ഗൈസ്, അപ്പൊ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പം ഞാൻ ഈ പ്രവാസി യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇനി നമുക്ക് ലീവായ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ചെറുതായിട്ടൊന്ന് ട്രിപ്പ് അടിക്കാന്ന് വിചാരിച്ച് നമ്മൾ അവിടെ അനീഷ് പോണ് ഫുജേറയിലേക്ക് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഉണ്ട്. അനീഷുണ്ട്, സയ്യൂറുണ്ട്, റാഷിഖ് ഉണ്ട്, മുർഷിദ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ചെറിയൊരു വൈപ്പ് അങ്ങനെ അടിക്കാൻ വിചാരിച്ച. അപ്പൊ ഞങ്ങൾ ഈ പോണ വഴിയുള്ള കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം മുമ്പിൽ പങ്കുവെക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കാണ്. അടിപൊളി ഏരിയ. നമ്മള് നാട്ടിൽ നിന്ന് വന്നോണ്ടേ ഇത് ഈ പച്ചപ്പൊക്കെ കാണുമ്പോ നാട്ടിൽ നിന്ന് വന്നൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ആ ഒരു ഒന്നരാഴ്ച വന്നിട്ട് ഇപ്പൊ ആ ഒരു ഫീൽ ഇവിടെ ഉണ്ട്. നമ്മളെ ഏരിയന്റെ പ്രത്യേകത അതാണ്, പച്ചപ്പ് ഉണ്ടാവും ഇവിടെ. അതാണ് അല്ലേനി. ഏതാണ് അല്ലേനി. നമ്മള് ഫുജേറയിലെ എവിടെ പോണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ റാഷിക വിവരിക്കും. റാഷിക, നമ്മള് ഫുജേറയിലെ എവിടേക്കൊക്കെ പോണത്? ഫുജേറ, കർഫുക്കാര് മലയാണല്ലേ? അടിപൊളിയാണോ? അടിപൊളിയാണല്ലേ? രാത്രി സമയത്താണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എങ്ങനെ റാഷിക? പച്ചപ്പും മഴയും അതാണ്. ഇന്നൊരു മഴന്റെ ഒരു ചെറിയൊരു കോളുണ്ട് കേട്ടാ. അനീസേ, എനിക്ക് എന്താ പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തെ കുറിച്ച്? അടിപൊളിയല്ലേ? സീറ, എന്താ എന്റെ അഭിപ്രായം? ഇന്നത്തെ സയ്യൂറിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നമ്മളെ ഫുജേറയിലെ മ്യൂസിക് റോഡ് കാണിച്ചരാ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം സംഭവമാണ്. കേക്കട്ടാ, ഇതാണ് മ്യൂസിക് റോഡേ. ഒരു പിയാനോ വായിക്കുന്ന ഒരു വൈബാട്ട് അവിടെ എത്തി കഴിഞ്ഞാല്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൽ വരുന്നത്. രക്ഷയില്ല. റാഷിഖ്, എന്താ പറയാനുള്ളത്? അടിപൊളിയല്ലേ? നമ്മള് കുറെ ലോങ് യാത്ര കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ഈ റോഡ് കൂടെ പോകുമ്പോ ഒരു വൈബ് തന്നെ. ചെറിയൊരു മ്യൂസിയം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാ. നല്ലൊരു ഗാർഡൻ കാണിച്ചിട്ട് അടിപൊളിയായിട്ട്. ഓക്കെയാണ്, ഒരു രക്ഷയില്ല. റോഡ് സൈഡിലാണിത്. വൈകുന്നേരം ഭയങ്കര ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്, രക്ഷയില്ല. അങ്ങനെ നമ്മള് വണ്ടി ലാൻഡ് ചെയ്ത് നമ്മള് ഫുജേറിലെത്തിയിരിക്കാണ്. ടീമെല്ലാരും ഉണ്ട്. നമ്മളിന്ന് നോമ്പൊറക്കുന്ന പള്ളിയൊക്കെ കാണിച്ചുതരാം. അടിപൊളിയായിട്ട് ഇതാണ് നമ്മള് നോമ്പുറക്കാൻ നിൽക്കുന്ന പള്ളി. ഫുജേറയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പള്ളിയാട്ടത്. രക്ഷയില്ലാത്ത ടീമൊക്കെ ഇറങ്ങിക്കണ്. അടിപൊളി ക്ലൈമറ്റും ആണ് കേട്ടോ. മുറിച്ച് എന്താ എനിക്ക് പള്ളിയെ കുറിച്ച് പറയാനുള്ളത്? രക്ഷയില്ലല്ലേ? ഈ ഫുജേറയിലെ ബെസ്റ്റ് പള്ളിയാണ് ഇതില്ലേ? അടിപൊളി. റാഷിഖ, എന്താ അനീഷ പറയണേ? പാലസൊക്കെ ആ ഒരു വൈബില്ലേ? മെയിൻ ടീംസ്. അനീഷ് ആദ്യത്തെ കളിക്ക്? ഞാനും അതെ. അടിപൊളി. അല്ലേ പള്ളിനാട്ടിലുള്ള അബുദാബി പള്ളി ഒന്നുകൂടി വൈബല്ലേ? കൊട്ടാരം എൻ്റെ ഫീലാ. ഞാൻ ഈ അടുത്ത് മറ്റേ മുംബൈയിൽ പോയി. അതേപോലത്തെ സെയിം ഒരു കൊട്ടാരം ആ ഭാഗത്ത് അതേപോലെ തന്നെ. ഇങ്ങനത്തെ ഒരു കൾച്ചറൊക്കെയാണ് അവിടെയും ഫീൽ ചെയ്യുന്നത് നമുക്ക്. അതേപോലെ ശരിക്കും എന്താ അറിയോ, നമ്മളവിടെ നിന്നപ്പോ 4 ഗോപുരം കണ്ടു. എങ്ങനെ? 4 ഗോപുരം, താജ്മഹൽ പോലെ. ഇപ്പൊ നോക്കി വേറെ മൂഡ്. അതൊന്നാമത് ഈ ക്ലൈമറ്റിന്റെ പ്രശ്നം കേട്ടോ ചേച്ചി. ആ ക്ലൈമറ്റിന്റെ ഒരു വൈബാണിത്. ഒരുപാട് വെയിലില്ല. സയ്യൂറിന് കിട്ടിയില്ല ഫോട്ടോസ്. സയ്യൂർ, എനിക്ക് എന്താണ് ഇപ്പോഴും ഫീൽ ആണ്? ഈ പള്ളീന്റെ മുമ്പ് കയറുന്ന ഫീൽ ആണ്. അടിപൊളി ഫീലാണ്. ഇല്ലേ? അടിപൊളി രക്ഷയില്ല. മഴത്തിന് നോമ്പ് തുറക്കാം. അതെ, മഴ കൂടിയുണ്ട്. ഒന്നാമത് നമ്മൾ നോമ്പ് തുറക്കണം. ഇങ്ങനത്തെ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കണം. സത്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം. സത്യം. ഈ അറബി നാട്ടിലെ പള്ളികളൊക്കെ ഇതേപോലെ ഒരുപാട് അടിപൊളിയൊക്കെ അറിയാം. അത് പള്ളി ഭയങ്കര വൈബാകാനും കാണാൻ രക്ഷയുണ്ടാവില്ല.
പല കോമ്പൗണ്ട് ആയാലും എല്ലാം ഒരു അടിപൊളിയാക്കി കൊണ്ടെടുക്കുള്ളൂ. മുന്നിൽ ഗാർഡന് ഫുൾ സെറ്റപ്പ് ആക്കാരം. ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. ക്ലൈമറ്റ് ഈ പള്ളീൻ്റെ ഒരു വ്യൂ ഒക്കെ പാടെ നോക്കുമ്പം, അതേപോലെ ഇപ്പുറത്തെ നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണങ്ങളും ആളുകൾ വന്നിരിക്കുന്നതും എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തൊരു വൈബാണ്, വ്യത്യസ്തൊരു അനുഭവമാണ്. കുറേ ആൾക്കാർ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഉള്ളിൽ ആൾക്കാരൊക്കെയാണ്. സെയ്ർ ഇങ്ങനെ പോയിട്ടുണ്ട്. സെയ്റേ, എനിക്ക് ഈ താജ്മഹൽ പോയൊരു ഫീൽ ഉണ്ടോ? ഫുജേറിലെ താജ്മഹൽ അല്ലേ? നമ്മളങ്ങനെ നോമ്പറൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫുൾ ടീമുണ്ട്. മുർഷിയുണ്ട്, സൈറുണ്ട്, അനീസുണ്ട്. മുർഷിയെ പൈസ ഉണ്ടോ? ഇല്ലല്ലേ? അനീസിൻ്റെ ഉണ്ടാ? ഇല്ലല്ലേ? അനീസിൻ്റെയും മുർഷിൻ്റെയും സൈറിൻ്റെയും പൈസ ഇല്ല പറഞ്ഞിട്ട് റാഷിഖിൻ്റെ പൈസ ഉണ്ടോ? റാഷിഖ പൈസ ഉണ്ടോക്കിയാ? ഇല്ലല്ലേ? സാധാരണ ഇങ്ങനെ പൈസ ഉണ്ടാവും പറയും, പക്ഷേ അതാ റാഷിഖ പൈസ, റാഷിഖക്ക് പൈസ ഇട്ടി തോന്നിട്ടാ. റാഷിഖ എന്താണ് സാധാരണ ഇങ്ങനെ റാഷിഖന്റെ പൊതിട്ടാ. റാഷിഖ സംഭവത്തിലേ ഇങ്ങനത്തെ ഒരു പൊതിയിൽ പൈസ ഉണ്ടാവും പറഞ്ഞിട്ടാ. ശരിയാ? പറയ് വീഡിയോയിൽ കാണലൊക്കെ ഉണ്ട്. ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങളൊന്ന് ചോദിക്കാണേ. പൈസല്ലേ? നിങ്ങളെ പൈസ അല്ല. നോമ്പൊക്കെ കഞ്ഞുണ്ട്. ഒരു അരമണിക്കൂറിലേറെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയ പൊടി, ഇതിൽ ഒരു വെള്ളമുണ്ട്, ഒരു ലെവനതാ ലെവനപ്പാ ലെവനപ്പ്, ഒരു ഫ്രൂട്ടി, പിന്നെ വരുന്നത് ഇതിൽ ചിക്കൻ ഫുള്ളല്ലേ, ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു വാലൻസിയ ഓറഞ്ച്, പിന്നെ ഒരു സലാഡ് വരുന്നുണ്ട്. ഇത് എന്തൊരു ചിക്കൻ കറിയാണെന്ന് തോന്നുന്നുണ്ട്. കാരക്ക, ടിഷ്യൂ. ഇതാണ് റാഷിക്ക പൈസ പൈസ അല്ല കേട്ടോ, ടിഷ്യൂ ആണ്. പിന്നെ ഫോർക്ക്, സ്പൂണ്, ഇതൊക്കെയാണ് നമ്മളെ കുറ്റിയാറ് പള്ളിയുള്ള സെറ്റപ്പ്. ഇതൊക്കെ കേട്ടോ അടിപൊളിയാണ്. 2 മണിക്കൂർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തായിട്ട് കുറഞ്ഞ സമയങ്ങളുണ്ട്. സമയം 6:10 കഴിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഫുള്ള് ഫില്ലായിട്ടപ്പോൾ നമ്മൾ വന്ന സമയത്ത് കുറച്ച് ആൾക്കാരുള്ളൂ. ഇനി അപ്പം ഒരുവിധ ആൾക്കാർ മൊത്തം കയറി ഫുള്ള് ഫില്ലായി. ഇതാ കാണുന്ന മൊത്തം ആൾക്കാരാണ് ആ ഏരിയ മൊത്തത്തിൽ. ഒരു സമയത്ത് ഈ മസ്ജിദിൻ്റെ ഒരു വ്യൂവും ഈ ഫുള്ള് ലൈറ്റ് ആക്കാരം ഈ പള്ളീൻ്റെ ചുറ്റും. ഭയങ്കര അടിപൊളിയാണ്, രക്ഷയില്ല. പള്ളിയുമ്പോൾ കൂടെ സെറ്റാണ്. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കും. നമ്മളെ സമയം ഏകദേശമായി. നമ്മൾ തുടങ്ങുകയാണ്. റാഷിക്ക തുടങ്ങാനാല് തുടങ്ങാനായില്ലേ? ഫുൾ സെറ്റ്. നമ്മൾ തുമ്പോൾ തുറന്നിട്ടാ നമ്മളെ കാരക്ക സെറ്റാക്കട്ടെ. കൊടുത്തിട്ടാ നമ്മള് അങ്ങനെ നോമ്പ് തുറന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി നമ്മൾ പോവാണ്. നമ്മളൊക്കെ പോണേ നമ്മളിങ്ങനെ അടുത്ത ലൊക്കേഷൻ തേടി പോയിക്കൊണ്ടിരിക്കും. അതെ, ഫുള്ള് വൈബാണ്. അപ്പൊ നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അനീഷ എവിടെ നമ്മൾ എത്തിയിരിക്കണേ? ഇവിടെ അംബർല ബീച്ച്. അടിപൊളിയാ കാരണം ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പ് അല്ലേ. രാത്രി വന്നൊക്കെ ഇരിക്കാം. അനീഷ ആംബിയൻസ് അടിപൊളിയല്ലേ അനീഷ? കടലോടല്ലേ? അംബർല ബീച്ചിന്റെ അംബർല ഉണ്ടല്ലോ അനീഷ. നീ ബീച്ച് കണ്ടാൽ മതി. അംബർല കിട്ടിയാൽ നമുക്ക് നീ ബീച്ച് കിട്ടിയാൽ മതി. കുഴപ്പമില്ലാത്തൊരു പാർക്കാണ്. അടിപൊളി ആംബിയൻസ് ആണ്. എന്താ അവസ്ഥ? അടിപൊളിയില്ലേ? രക്ഷയില്ല. എന്നാ തനിച്ച നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു രാത്രി സഞ്ചാരം ഒരു ആവേശം ഇല്ലേ? നമ്മ വൈബാണ്. ഒരു കടൽ തീരത്ത് അടിപൊളിയാണ്.
അംബർല ബീച്ചിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അംബർല കുറെ ഉണ്ടാവും പക്ഷേ എവിടെ നോക്കിയാലും അംബർലാണ്. എങ്ങനെ പേരൊന്നുമില്ല, വ്യത്യസ്തൊരു വൈബ് അല്ലേ? ഫോട്ടോ സാധനം ഏത് പെരും ലൈറ്റിങ്ങടാ. എങ്ങനെ സ്മെല്ലാണ്. കുറച്ച് എന്താ അവസ്ഥ? വേറെ ലെവലല്ലേ? അങ്ങോട്ട് പോവാം. എങ്ങനെ എക്സ്പീരിയൻസ് എന്താ ഇവിടെ വന്നതിനെ? അടിപൊളിയല്ലേ? നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. പെർഫ്യൂമിന്റെ അല്ലേ? ഇതൊക്കെ ബ്രാൻഡൊക്കെ അല്ലേ നിച്ചേ? ഏതാ സാധനം? ഏതാ പെർഫ്യൂമിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളാട്ടോ റാഷിക്ക. നോമ്പ് തുറന്നു ഇങ്ങനെ ഒരു വിനോദം നിർബന്ധമാണ്. ഇങ്ങനത്തെ പാർക്ക് നമ്മളെ ഈ ഒരു ഗൾഫ് കൺട്രിയിലൊക്കെ ഇതുപോലത്തെ പാർക്കുകളൊക്കെ ഒരുപാടുണ്ടാവും. ഇങ്ങനത്തെ ഈ പാർക്കുകളിലായിരിക്കും ഇവർ വന്നിട്ട് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് എന്റർടൈൻ ചെയ്യും. അടുത്ത ഡെസ്റ്റിനേഷനാണ് കൽബ, ഷാർജ കൽബ. അവിടെയാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് എന്താണ് കാണാനുള്ള കുറച്ച്? ഇവിടെ വെള്ളച്ചാട്ടം നോക്കിയാണ് അടിപൊളി ഫുൾ ലൈറ്റിംഗ് ആണ് ഇവിടെ. എന്താ ഒരു ചെറിയൊരു പാർക്ക് പോലുള്ള ഏരിയ ആണ് അല്ലേ? കുറച്ച് പാർക്ക് ഉണ്ട്. മുകളിൽ കയറിയാലാണ് വ്യൂ. കിട്ടില്ലേ? അപ്പോ കൽബന്റെ ഹൃദയ ഭാഗത്താണ് നമ്മളുടെ ഹൃദയഭാഗത്ത് കാണിച്ചു തരാം ഒരു വ്യൂ എത്രത്തോളം ഉണ്ട്. കൽബയില് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ആ മുകളിൽ പാറിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അതിങ്ങനെ ഒഴുക ചെറിയൊരു തടാകം പോലെ ഒരു ഏരിയ. അതിനൊക്കെ ഇടയിൽ കൂടെ ലൈറ്റിങ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് വന്നത്. രാത്രിയുടെ സായാഹ്നം അടിപൊളിയായിക്കൊണ്ട് നമ്മുടെ ടീമൊക്കെ ഇങ്ങനെ കൽബയിൽ ഇങ്ങനെ മുകളിലത്തെ വ്യൂ കാണാൻ കയറിയെടുക്കാണ്. ആശിക ഓക്കെ അല്ലേ? എന്താ പറഞ്ഞത്? അടിപൊളി. നമുക്ക് 4 മണി 5 മണിയൊക്കെ വന്നു കഴിഞ്ഞാലേ അടിപൊളിയാണ്. വൈബ് സ്ഥലം പറ്റിയ. കാലത്തെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു എന്താ സംഭവം, എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥകൾ നോക്കണേ? ഇവിടുത്തെ കണ്ടാല് കാണാനുള്ള ഒരു മുതലുണ്ട് ഉണ്ടല്ലേ? അടിപൊളിയാ. രാത്രി എപ്പോഴാണ് ഇതിന്റെ സമയം? ഇവിടെ വരേണ്ട സമയം 4-5 ആ സമയങ്ങളിൽ വരണം. ഈവനിങ് സമയം. അതെ, നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണല്ലേ? അടിപൊളിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അടിപൊളിയാവില്ലേ? അടിപൊളിയാണ്. രാത്രി പ്രത്യേകിച്ച് ലൈറ്റിംഗ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത്. ലൈറ്റിംഗ് കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്. ഓക്കെ, ജാഫർക്ക ഇവിടെ ഒരുപാട് വട്ടം വന്നൊരാളാണ്. മൂപ്പർക്ക് അറിയതിനെ പറ്റി എന്താന്നുള്ളത് ഈ കൽബിന്റെ അവസ്ഥകളൊക്കെ കുറിച്ച് എന്താ അറിയാം. അപ്പോൾ ഈവനിങ് സമയത്തൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഫാമിലിയായിട്ട് വന്നാൽ അടിപൊളിയാണ്. ഇവിടുത്തെ മുകളിലത്തെ ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരാം. മുകളിൽ നിന്ന് നിൽക്കുന്ന ഒരു വ്യൂ നോക്കി. അമ്പോ ഭയങ്കര രസമാട്ടോ. ഒരു ഈവനിങ് 4-5 സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ. എന്നിട്ട് കുറച്ച് ഇരുട്ടായിട്ട് ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകണം. അതിന് പറ്റിയൊരു സ്ഥലമാണല്ലേ? അടിപൊളി വ്യൂ ആണ്. ഈ കൽബന്റെ ഏറ്റവും മുകളിൽ വെള്ളം പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇവിടുന്ന് വെള്ളം ചാടണം എന്നുള്ളത് ഇൻഡീസിക്ക് വേണ്ടി ഇപ്പോൾ ടീമൊക്കെ എത്തിക്കണേ. അപ്പോൾ അനീസിന്റെ ഭാവനയിൽ വന്ന സംഭവമാണ്. അനീസ് എന്താ എങ്ങനെയാണ് സംഭവം ഈ വെള്ളം വെക്കണത്? വന്നോണ്ടിരിക്കൂലേ? അപ്പൊ അതിന്റെ ഗുഡൻസ് നമ്മള് കണ്ടുപിടിച്ചിട്ടോ. അങ്ങനെയാണ് മുകളിൽ നിന്ന് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ താഴത്തുനിന്ന് മുകൾക്ക് കയറണം. എങ്ങനെയാ റൊട്ടേഷൻ ആയിക്കോട്ടെ. സയൻസിലെ പുലിയാട്ടത് എങ്ങനെയോ പാഷൻസിൽ വന്ന് പെട്ടുപോയി. സംഭാവനയാണ്. എല്ലാ ടെക്നോളജിന്റെ ബാക്കിലും സയൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിലും സയൻസ് ഉണ്ട്. സയൻസ് ഉണ്ട്, അതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് കുറ്റിയേറെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ജാഫ്രിക്കനെ നമ്മൾ കിട്ടി. ജാഫ്രിക്ക വന്നപ്പോൾ ഒന്നും കൂടി ഓണായി നമ്മളെ വീഡിയോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അംബർല ബീച്ചിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻഗാർഡൻ കൽബ അടിപൊളി ഏരിയയിൽ അങ്ങനെ ജാഫ്രിക്ക സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരും. ഓക്കെ.